ആരോഗ്യരംഗത്ത് സാങ്കേതിക വിദ്യയുടെ സഹായം ചെറുതല്ല. രോഗം കണ്ടെത്തുന്നത് ഉൾപ്പെടെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴിതാ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചതിൽ AIയുടെ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആഗോള ക്യാൻസർ ചികിത്സാ രംഗത്ത് വൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് മൊഡേണ, മെർക്ക് എന്നീ പ്രമുഖ അമേരിക്കൻ മരുന്ന് നിർമ്മാണ കമ്പനികൾ വികസിപ്പിച്ചെടുത്ത വ്യക്തിഗത mRNA ക്യാൻസർ വാക്സിൻ്റെ ക്ലിനിക്കൽ പരീക്ഷണം വിജയിച്ചു. ചർമ്മത്തെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ മെലനോമയുടെ ചികിത്സയ്ക്ക് ശേഷം ഇത് വീണ്ടും വരാനുള്ള സാധ്യതയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയും കുറയ്ക്കാൻ ഈ വാക്സിന് സാധിക്കുമെന്ന് മൂന്നാം ഘട്ട പരീക്ഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഇൻഡിസ്മെറാൻ എന്നാണ് ഈ വാക്സിന് പേരിട്ടിരിക്കുന്നത്. സാധാരണയായി രോഗങ്ങൾ വരാതിരിക്കാൻ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ് വ്യക്തിഗത mRNA വാക്സിനുകൾ. ഇത് ഓരോ രോഗിയുടെയും ട്യൂമറിലെ പ്രത്യേക ജനിതക വ്യതിയാനങ്ങൾ വിശകലനം ചെയ്താണ് വികസിപ്പിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ശരീരത്തിൽ ശേഷിക്കാൻ സാധ്യതയുള്ള ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ ഇത് രോഗിയുടെ പ്രതിരോധ സംവിധാനത്തെ പ്രാപ്തമാക്കുന്നു. മെർക്ക് എന്ന കമ്പനിയുടെ ഇമ്മ്യൂണോതെറാപ്പി മരുന്നാണ് കീട്രൂഡ. ഈ മരുന്നിനൊപ്പം ചേർത്ത് നൽകിയാണ് വാക്സിൻ പരീക്ഷിച്ചത്. ഗുരുതരമായ മെലനോമ രോഗബാധയുണ്ടായിരുന്ന 1137 രോഗികളിലാണ് പരീക്ഷണം നടത്തിയത്. കീട്രൂഡ എന്ന മരുന്ന് മാത്രം സ്വീകരിച്ച രോഗികളേക്കാൾ കീട്രൂഡയും mRNA വാക്സിനും ചേർത്ത് സ്വീകരിച്ച രോഗികളിൽ ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത 49% കുറഞ്ഞതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയും ഗണ്യമായി കുറയ്ക്കാൻ ഇതിന് കഴിഞ്ഞു. പരീക്ഷണത്തിനിടെ രോഗികളിൽ മറ്റു പാർശ്വഫലങ്ങളോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ കണ്ടെത്തിയിട്ടുമില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് mRNA സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച ഒരു വ്യക്തിഗത ക്യാൻസർ വാക്സിൻ വിജയകരമായി അവസാനഘട്ട പരീക്ഷണം പൂർത്തിയാക്കുന്നത്. വാക്സിന്റെ ക്ലിനിക്കൽ ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നതോടെ മൊഡേണ, മെർക്ക് കമ്പനികൾ വിവിധ രാജ്യങ്ങളിലെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റികളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഏജൻസികളുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തോടെ വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങുമെന്നാണ് മൊഡേണ പ്രസിഡന്റ് സ്റ്റീവൻ ഹോഗ് വ്യക്തമാക്കുന്നത്. ക്യാൻസറിന് മരുന്ന് എന്ന ലക്ഷ്യത്തിന്റെ ആദ്യ പടികളിൽ ഒന്നാണ് രോഗമുക്തി നേടിയവരിൽ രോഗം വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കുക എന്നത്. മെലനോമയ്ക്ക് പുറമെ ശ്വാസകോശം, സ്തനാർബുദം, പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിവയ്ക്കെതിരെയും സമാനമായ mRNA വാക്സിൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിനുകൾക്ക് ശേഷം mRNA സാങ്കേതികവിദ്യയുടെ പുതിയ സാധ്യതകൾ തുറന്നു കാട്ടുന്നതാണ് ഈ കണ്ടെത്തൽ. കമ്പനികൾ ഇതുവരെ പൂർണ്ണമായ പരീക്ഷണ ഡാറ്റ പുറത്തുവിട്ടിട്ടില്ല. ചർമ്മത്തിൽ വരുന്ന അർബുദങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് മെലനോമ. ചർമ്മത്തിന് നിറം നൽകുന്ന മെലനോസൈറ്റുകൾ എന്ന കോശങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. അതിവേഗം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ള കഴിവാണ് ഇതിനെ മാരകമാക്കുന്നത്. അമേരിക്കയിൽ മാത്രം പ്രതിവർഷം 8500-ലധികം ആളുകളാണ് മെലനോമ കാരണം മരണപ്പെടുന്നത്. പൊതുവെ പ്രായമായവരെ ബാധിക്കുന്ന ഒന്നാണെങ്കിലും 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് മെലനോമ. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ, ആർട്ടിഫിഷ്യൽ ടാക്കിംഗ്, അൾട്രാവയലറ്റ് ലൈറ്റുകൾ എന്നിവ ഇതിന്റെ സാധ്യത കൂട്ടുന്നു. രോഗങ്ങൾ ഭേദമാക്കുന്നതിൽ mRNA വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നുവെന്ന് ടെക് ഭീമൻ എലോൺ മസ്കും എക്സിൽ കുറിച്ചു. ആരോഗ്യകരമായ കോശങ്ങളെ കൂടി നശിപ്പിച്ചേക്കാവുന്ന ഹീമോതെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമാണ് വ്യക്തിഗത mRNA വാക്സിനുകൾ.